അല്ലേ? അപ്പൊ നമ്മൾ ടൂ വീലർ ഓടിക്കുന്ന ആളുകൾ ബൈ ചാൻസിൽ വണ്ടി എവിടെയെങ്കിലും വഴിയിൽ ഓഫായി നിന്നാൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിനെപ്പറ്റി അപ്പൊ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ ഇതിൽ കരുതി വെച്ച സാധനം ഇത് ഫ്ലഗാണ്. ഏതൊരു വണ്ടിക്കും ഫ്ലഗിന്റെ ആവശ്യം വരും. ഇത് ലോങ് ത്രെഡ് ഉള്ളതുണ്ടാവും, കുറച്ചിട്ടുള്ള ചെറിയ ത്രെഡ് ഉള്ളതുണ്ടാവും. നമ്മൾ അവനാന്റെ വണ്ടിക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള സാധനം വാങ്ങി വെക്കുക. അതിന് 100 റുപ്യ വരെ ഉണ്ടാവുള്ളൂ. ഇതൊന്ന് വാങ്ങി വെക്കുക. പിന്നെ അതേപോലെ തന്നെ ഈ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഇത് 2 തല മൈനസും ഉണ്ട് സ്റ്റാറും ഉണ്ട്. 2 തലയുള്ള ഒരു സ്ക്രൂ ഡ്രൈവർ വാങ്ങി വെക്കുക. ഇതൊരു 10ന്റെ ടീ ആണ്. ഇത് 12ന്റെ ഒരു ടീ. ഈ 4 സാധനം ഉണ്ടെങ്കിൽ ഈ 4 സാധനം നമ്മൾ ചെറിയ പൈസ കൊടുത്താൽ അതിന്റെ അഭിപ്രായത്തിലൊരു 250 റുപ്യ എടുത്താൽ 250 റുപ്യ അല്ലെങ്കിൽ 300 റുപ്യ ഇടിക്കോളെ. 300 റുപ്യ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഈ സാധനം നമ്മളെ വണ്ടിയിൽ വാങ്ങി വെച്ചാൽ മതി. നമുക്ക് വണ്ടി ബൈ ചാൻസിൽ വണ്ടി എവിടെയെങ്കിലും കുടുങ്ങി നിന്നാൽ നമുക്ക് തന്നെ ഒന്ന് പരിശ്രമിച്ചു നോക്കാം. ഒന്ന് ശ്രമിച്ചിട്ട് റെഡി ആയിട്ടില്ലേ മാത്രം നമ്മൾ ഒരു മെക്കാനിക്കിനെ കണ്ടാൽ മതിയാവും എൻ്റെ അഭിപ്രായത്തിൽ. അപ്പം ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഇവിടെ ബുള്ളറ്റ് ഉണ്ട്. ഈ ബുള്ളറ്റിന് ഈ ഫ്ലഗ് ആവില്ല കേട്ടോ. ബുള്ളറ്റിന് ഇതിലാണ്ട് കുറച്ച് വലിപ്പമുള്ള ഫ്ലഗാ വരിക. ഇത് സുസ്കിന്റെ ആക്സസ് ആണ്. ഈ ഫ്ലഗാ വരിക. ഇത് TVS ജൂപ്പിറ്റർ ആണ്. ഇത് പൾസർ. ഇത് ബാക്കിലുള്ള ഹോണ്ടന്റെ ആക്റ്റീവ. ഇപ്പോൾ ഇവിടെ 2, 3, 5 വണ്ടിയുണ്ട്. ഇത് പിന്നെ ബജാജ് പൾസറാണ്. ഇതിപ്പോ പിന്നെ ബൈ ചാൻസിൽ ഓഫായിട്ട് വയലിൽ നിന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വണ്ടിയിൽ പെട്രോൾ ഉണ്ടോ നോക്കുക. പെട്രോൾ ഇല്ലെങ്കിൽ വണ്ടി എന്തായാലും സ്റ്റാർട്ടാവില്ലല്ലോ. രണ്ടാമത് പെട്രോൾ ഉണ്ടായിട്ട് വണ്ടി സ്റ്റാർട്ടാണില്ല എങ്കിൽ പിന്നെ പെട്രോൾ ടാങ്കിന് എന്ത് ചെയ്യുക? ഈ ടാപ്പ് നോക്കിയാ, ഇത് അതിന്റെ ടാപ്പാണ്, പെട്രോൾ ടാപ്പ്. ഈ ടാപ്പ് മെയിലുണ്ടാവും, റിസർവും ഉണ്ടാവും, രണ്ടും ഉണ്ടാവും. അപ്പൊ ഇത് ചിലർ പെട്രോൾ കഴിഞ്ഞാൽ മെയിലുള്ള പെട്രോൾ കഴിഞ്ഞാൽ പിന്നെ റിസർവിലാക്കണം. അത് ചില അറിയാത്ത ആളുകളുണ്ടാവും. അതാക്കുക. എന്നിട്ട് ആക്കിയിട്ട് പെട്രോൾ ഇതിൽ കൂടെ വരുന്നുണ്ടോ നോക്കുക. ഈ പൈപ്പിലൊക്കെ കാണാം പെട്രോൾ വരുന്നുണ്ട്. അപ്പോൾ ഓണിലിട്ട് പെട്രോൾ വരുന്നുണ്ടോ നോക്കുക. അപ്പോൾ ആ ഭാഗങ്ങൾ ഓക്കെ. എന്നിട്ട് വണ്ടി സ്റ്റാർട്ടാണ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓൺ ചെയ്തിട്ട് കിക്കർ അടിക്കുക. സെൽഫുള്ള വണ്ടിയാവും. സെൽഫാണെങ്കിൽ സെൽഫ് അടിക്കുക. കിക്കർ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് വരുന്നുണ്ട് നോക്കുക. ഇതിന് ഒരു സ്പാർക്ക് വരണം. ഫ്ലഗ്ഗിക്ക് കറണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതാണ് ഫ്ലഗ്. പൾസറിന് 2 ഫ്ലഗ് ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ ഒരു ഫ്ലഗ്. ഇതിന്റെ ഈ അഡാപ്റ്റർ കഴിക്കുക. താത്തി പിടിച്ച ഈ അഡാപ്റ്റർ കഴിച്ചു കഴിഞ്ഞാൽ ഈ അഡാപ്റ്റർ കഴിച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ ഇവിടെ ടച്ച് ചെയ്തിട്ട് നമ്മൾ സെൽഫ് അടിക്കുക. സെൽഫ് അടിക്കുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് കാട്ട്. ഇതിലിപ്പോൾ നമ്മൾ കിക്കർ അടിക്കുകയാണ്. കിക്കർ അടിച്ച് നമ്മൾ ചെക്ക് ചെയ്യാണ് ഫസ്റ്റിൽ. അതായത് ഈ വയറിന്റെ തലക്കുന്ന ചെറിയ സ്പാർക്ക് വരും. ഈ സ്പാർക്ക് വന്നു കഴിഞ്ഞാലേ ഈ വണ്ടി സ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മൾ കിക്കർ അടിച്ചിട്ട് സ്പാർക്ക് വരുന്നുണ്ടോ? സ്പാർക്ക് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്ലഗ് കഴിക്കുക. ഈ ഫ്ലഗ് കഴിക്കാൻ ഞാൻ അതാ പറഞ്ഞത്. ഈ സ്പാനർ ഇവിടെ കാണിച്ചാൽ ഫ്ലഗിന്റെ സ്പാനർ അത്. ഇത് നമ്മൾ കരുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഫ്ലഗ് കഴിക്കുക. ഈ ഫ്ലഗ് കഴിച്ചെടുക്കുക. ഈ ഫ്ലഗ് ആർക്കും കഴിക്കാൻ കഴിയും. ഇത് കഴിച്ചിട്ട് എന്ത് ചെയ്യുക? ഈ ഫ്ലഗ് നമ്മൾ മാറ്റി കൊടുക്കുക. ഈ ഫ്ലഗ് മാറ്റി കൊടുത്താൽ വണ്ടി സ്റ്റാർട്ടാവും. എന്നിട്ടും സ്റ്റാർട്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പിന്നെ കാർബറിന്റെ സീനാടെ വരിക. അങ്ങനെ വരികയാണെങ്കിൽ പിന്നെ നിങ്ങൾ അതിമക്ക് ശ്രദ്ധിക്കണ്ട. പിന്നെ എന്ത് ചെയ്യുക? നിങ്ങളൊരു മെക്കാനിക്കിനെ കാണിക്കുക. ഫ്ലഗ്ഗിക്ക് കറണ്ട്, ഈ അഡാപ്റ്റർക്ക് കറണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, വണ്ടീനെ ചാവി ഊരുക. ഈ ഭാഗം കഴിക്കുക. ഈ ഭാഗം നമ്മൾ കഴിച്ചെടുക്കുക. ഈ ഭാഗം കഴിച്ചെടുത്തിട്ട് ഈ സാധനം വലിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റ് ഇങ്ങോട്ട് ഊരാൻ കഴിയും. സീറ്റ് ഊരി കഴിഞ്ഞാൽ പിന്നെ 12ന്റെ സ്പാനർ. ഈ ടാങ്കിന്റെ അടിയിൽ ഒരു CD യൂണിറ്റ് പറഞ്ഞ സാധനമുണ്ട്. നമ്മൾ ഈ ടാങ്ക് മെല്ലെ ഊരിയെടുക്കുക. ഈ ടാങ്ക് ഊരി കഴിഞ്ഞാൽ ഇതാ ഈ CD യൂണിറ്റ് പറഞ്ഞ സാധനം. ടാങ്ക് ഊരി എടുക്കട്ടോ നമുക്ക്. ടാങ്ക് ഊരി എടുക്കണതിന് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഊരി എടുത്തുതരാം ടാങ്ക്. ആദ്യം നമ്മൾ ടാങ്കിക്ക് വരുന്ന എണ്ണന്റെ പൈപ്പ് ഊരി കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു ടാങ്ക്, ഈ ഫ്യൂവലിന്റെ ഒരു മീറ്റർ കാണിക്കാനുള്ള ഇതുണ്ടാവും. ഒരു ടാങ്ക് കൊണ്ട് ഊരി എടുക്കുക. ടാങ്ക് എത്ര പെട്ടെന്ന് ഊരി കിട്ടി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ സാധനം അഡാപ്റ്റർ. ഇത് CD യൂണിറ്റ് ആണ്. ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് തട്ടി കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് തിരിച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കിക്കർ അടിച്ചിട്ട് ഈ അഡാപ്റ്റർക്ക് നമ്മൾ കറണ്ട് വരുന്നുണ്ടോ നോക്കുക. ഇതൊന്നും തട്ടി കൊടുത്തിട്ടും കറണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്നുകിൽ ഈ സാധനം പോയിട്ടുണ്ടാവും,
ഈ സാധനമൊക്കെ നമ്മൾ മാറ്റുകയാണെങ്കിൽ ശ്രദ്ധിക്കണം. ഈ സാധനത്തിന് ചുരുങ്ങിയത് ഏറ്റവും ചുരുങ്ങിയത് 1000 റുപ്യ വില ഉണ്ട്. 1000 റുപ്യൻ്റെ മേലക്ക് അതിന് റേറ്റ് പോകുന്നത്. നമ്മളിപ്പോൾ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ സാധനം പിന്നീട് ഒരു തിരിച്ചെടുക്കൂല. ഒരു മെക്കാനിക് ആണെങ്കിൽ ഒരു വാങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ ഓൽക്കത് ഈ സാധനത്തിന് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും വരും. അതല്ല, ഇത് നമ്മൾ മാറ്റിയിട്ടും കറണ്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു വർഷാപ്പുകാരനെ കാണിക്കുക. പിന്നീട് വരുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണെങ്കിൽ വയറിംഗ് കിറ്റിൽ ഷോർട്ടാണ് വരിക. വയറിംഗ് കിറ്റിൽ എവിടെ കട്ട് ചെയ്ത് എന്തെങ്കിലും സീൻ ഉണ്ടെങ്കിൽ കോയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കറണ്ട് വരൂല. അപ്പൊ നമ്മൾ ഇത് വാങ്ങണ ഗതി വരികയാണെങ്കിൽ അപ്പോൾ നമ്മളൊരു മെക്കാനിക്കിനെ കാണിക്കുക. ഫ്ലഗ് അപ്പൊ ഇതിനെന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ കറണ്ട് വരൂല. കറണ്ട് വന്നു കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും സ്റ്റാർട്ട് ആവില്ല. അതാ പറഞ്ഞത്, വണ്ടി ഓഫ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം അഡാപ്റ്റർ ഊരിയിട്ട് കറണ്ട് വരുന്നുണ്ടോ നോക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഇതിപ്പോ തൽക്കാലം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഊരാണ്. ഈ വണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത് ഞാൻ ടാങ്ക് തിമ്മൽ വെച്ച്. ഇനിയിപ്പോ വരുന്നത് ഹോണ്ടന്റെ ആക്റ്റീവ ആണ്. ഒരു ഇത് ആളുകൾക്കൊക്കെ ഉണ്ടാകുന്ന വണ്ടിയാണ് ഹോണ്ടന്റെ ആക്റ്റീവ. ഞാനാ പറഞ്ഞ സ്പാൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതും കഴിക്കാൻ കഴിയും. കാരണം വെച്ചിട്ടാണെങ്കിൽ ഇതിന് മെയിനായിട്ട് സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ, പിന്നെ 12ന്റെ ടീ വരും, 10ന്റെ സ്പാൻഡറും. നമ്മൾ ആദ്യം സീറ്റ് തുറക്കുക. നമ്മൾ സീറ്റ് തുറന്ന് വണ്ടിന്റെ സീറ്റ് തുറന്നിട്ട് ഈ 12ന്റെ ബോൾട്ട് അയച്ചെടുക്കുക. വണ്ടിയിലിടുക. ഇവിടെ ഒരു വോൾട്ട് വരുന്നുണ്ട്, പക്ഷെ ഇതിന് ഇല്ല കേട്ടോ, ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യാ, ഈ സാധനം ഇങ്ങനെ പൊന്തും. ഇങ്ങനെ പോതാ അങ്ങനെ ബാക്ക് ഈ സാധനം ഇങ്ങനെ പൊന്തും. ഇതിങ്ങനെ പൊന്തി കഴിഞ്ഞാൽ ഇതിവിടെ വെക്കാനുള്ള ഒരു കോലുണ്ടാവുക. ആ കോല് വിളിച്ച തൽക്കാലം ഞാൻ 10ന്റെ ടീ ഇവിടെ വെക്കുന്നുണ്ട്. നമ്മള് ബജാജ് പൾസറിന് ചെക്ക് ചെയ്ത് അതേപോലെ ഫ്ലഗ് ഇതാ ഈ ഭാഗത്താണ് ഫ്ലഗ് വരിക. ഈ ഫ്ലഗിന്റെ അഡാപ്റ്റർ ഊരുക. ഈ ഫ്ലഗിന്റെ അഡാപ്റ്റർ ഊരിയെടുക്കുക. എന്നിട്ട് നമ്മൾ ഈ തല ഊരുക. ഈ തല ഊരിയിട്ട് ഒരാളോട് കൂടെ ഉണ്ട് സുഖമായിട്ട് ചെയ്യും. ഇതിങ്ങനെ പിടിച്ചിട്ട് നമ്മൾ കിക്കർ അടിക്കുക. ചാവി ഓൺ ചെയ്തിട്ട് കിക്കർ അടിക്കുക. അപ്പൊ ഇതിൽ നിന്ന് സ്പാർക്ക് ഇങ്ങനെ വരും. സ്പാർക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിനും അതേപോലെ ആ CD യൂണിറ്റ് പറഞ്ഞ സാധനം ഈ വണ്ടിക്കും ഉണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഭാഗത്ത് വരിക. ഈ ഭാഗത്ത് കഴിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ ഈ ഒരു സ്ക്രൂ ഡ്രൈവർ, സ്റ്റാർ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഈ ഭാഗത്ത് ബോഡി കിട്ടും. ഈ ബോഡി കൊണ്ട് കഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ആ CD യൂണിറ്റ് ഒന്ന് തട്ടി കൊടുത്തുക. ചിലപ്പം തട്ടി കൊടുത്താൽ ചിലപ്പം സ്പാർക്ക് വരും. തട്ടി കൊടുത്തിട്ടും സ്പാർക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ CD യൂണിറ്റ് മാറ്റുക. സ്പാർക്ക് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്ലഗ് നമ്മൾ മാറ്റി കൊടുക്കുക. ഞാൻ ആ പറഞ്ഞ പോലെ ഞാൻ ആ ഫ്ലഗ് സ്പാൻഡർ വെച്ചിട്ട് നമുക്ക് സിമ്പിൾ ആയിട്ട് മാറ്റാം. ഇതിൽ കൂടെ ആ സാധനം ഇടുക, സ്ക്രൂ ഡ്രൈവറിന് തിരിച്ചു കൊടുക്കുക. നമ്മൾ ഇതിന് അനുയോജ്യമായ ഫ്ലഗ് നമ്മൾ കയറ്റി കൊടുക്കുക. അപ്പോൾ ഇതിന്റെ കാര്യം ഓക്കെ. എന്നിട്ടും ഷാർട്ടാണെന്നുണ്ടെങ്കിൽ പിന്നെ കാർബറേറ്ററിന്റെ സീനാണ് വരുന്നത്. കാർബറേറ്ററിന്റെ സീൻ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ എന്തായാലും തീരൂല മനസ്സിലാക്കി തരാൻ. പിന്നെ നമുക്ക് കാർബറേറ്റർ കഴിക്കേണ്ട അങ്ങോട്ട് കുടിച്ചാൽ വീഡിയോ പിടിച്ചാൽ ഫുള്ള് ചളിയാണ് വരുന്നത്. ഇതാണ് കാർബറേറ്റർ എന്ന സാധനം. ഇതിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവില്ല. അപ്പോൾ അത്രത്തോളം വീഡിയോ നമ്മളിപ്പോൾ ചെയ്യണില്ല, അത് പിന്നീട് ചെയ്യാം. പിന്നെ അപ്പോൾ അതൊക്കെ. പിന്നെ സുസ്കിന്റെ ആക്സസ് ആണ് വരുന്നത്. സുസ്കിന്റെ ആക്സസിനും അതേപോലെ തന്നെ സീറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ഇത് 10ന്റെ ആണ് വരിക. പിന്നെ സ്റ്റാർ സ്ക്രൂ വരുന്നത്. ഇതിൽ വേറെ സാധനങ്ങൾ വരാണ്ട് കേട്ടോ. ഇതിനൊന്നും കംപ്ലൈന്റ് ഇല്ല. ഞങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കാണിച്ചാണ്. ഇതും അതേപോലെ പൊക്കി കഴിഞ്ഞാൽ ഇതേപോലെ ആ ആക്റ്റീവൊക്കെ കാണിച്ച അതേ ഓപ്ഷൻ ഇതിനുണ്ടാവും ആ CD യൂണിറ്റ് പറഞ്ഞ സാധനം. അപ്പോൾ ഇത് നമുക്ക് മാറ്റാം പിന്നീട്. അപ്പോൾ ഓരോ വണ്ടിക്കും ഓരോ സിസ്റ്റങ്ങളാണ് വരുന്നത്. TVSന്റെ ജൂപ്പിറ്റർ ആണിത്. ഇതിനകത്ത് ഇത് പിന്നെ അത്ര കഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഫ്രണ്ടിലെ ഇവിടുത്തെ ഈ ബോഡി ഈ സ്ക്രൂ ഒരു കഴിഞ്ഞാൽ അതിന് പോരും. ഫ്ലഗ് ഭാഗം ഇവിടെയാണ് അതിന്റെ ഫ്ലഗ് വരിക. ഫ്ലഗ് വെച്ചിട്ട് നമുക്ക് കറണ്ട് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മാത്രം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ചില വണ്ടിക്ക് ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ സ്പാർക്ക് അടിക്കുള്ളൂ. ചില വണ്ടി കിട്ടും. അതായത് ഈ പുതിയ മോഡൽ വണ്ടികൾക്കൊക്കെ നമ്മളിപ്പോൾ അധികം ആളുകളടുത്ത് ഈ പഴയ മോഡൽ വണ്ടികളല്ല ഉണ്ടാകുക. പുതിയ വണ്ടി കിട്ടുമ്പോൾ ആ പുതിയ വണ്ടിന്റെ കിറ്റിൽ ഈ സാധനം ഉണ്ടാവും, ഇതും ഉണ്ടാവും, സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും. ഇത് ഒന്ന് കരുതി വെച്ചാൽ മതി നമ്മൾ. പിന്നെ നമുക്ക് വണ്ടിക്ക് അനുയോജ്യമായി നമുക്ക് ഈ ഫ്ലഗ് ഏതാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ വർക്ക്ഷോപ്പിൽ നമ്മൾ ഇതിന്റെ പാർട്സ് കടയിൽ പോയിട്ട് നമ്മൾ ഈ സാധനം വാങ്ങുമ്പോൾ അവരോട് ചോദിച്ചാൽ മതി. ഓല് പറഞ്ഞുതരും. ചെറുതാണെങ്കിൽ ചെറുത് വാങ്ങിക്കുക, വലുതാണെങ്കിൽ വലുത് വാങ്ങി വണ്ടിയിൽ വെക്കുക. പിന്നെ ഈ ഒരു സാധനവും ഈ ഒരു സ്ക്രൂ ഡ്രൈവറും പിന്നെ പൾസറിന് ഇത്രയും മതി. സിമ്പിളായിട്ട് ഇതിലിങ്ങനെ കയറ്റി അതിലിട്ട് കൊടുത്താൽ ഇങ്ങനെ ഞാൻ തിരി നമുക്കിതിന് മാറ്റി കൊടുത്താൽ മതി. അതായത് കറണ്ട് വരുന്നുണ്ടെങ്കിൽ, അതായത് സ്പാർക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് മാറ്റി കൊടുക്കുക. എന്നിട്ടും ഷാർട്ടാണില്ല എന്നുണ്ടെങ്കിൽ മെക്കാനിക്കിനെ കാണുക. പിന്നെ അത്രത്തോളം. പിന്നെ അവിടെ പോണ പണി കുറച്ച് ഡേഞ്ചർ. അറിയുന്നവർക്ക് അറിയട്ടോ. അറിയാത്തവർക്ക് റിസർവ് ആയിട്ട് വരെ അറിയാത്ത ആളുകൾ കുറെ ഉണ്ടാവും. മെയിൽ പെട്രോൾ ഉണ്ടാവും. മെയിന്ന് റിസർവ് ആയിട്ട് അറിയാത്ത ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അങ്ങനത്തെ ആളുകൾക്കും അപ്പൊ നമ്മൾ ഒന്നും ചിന്തിക്കില്ല. നമ്മൾ നേരെ ഒന്നിക്കലും എന്ത് ചെയ്യും, നേരെ ഒരു വർക്ക്ഷോപ്പ് കാണി വർക്ക്ഷോപ്പൊക്കെ തള്ളും, അല്ലെങ്കിൽ അവിടെ പോകും, അല്ലെങ്കിൽ വണ്ടി വിളിച്ച് കൊണ്ടുപോകും. വർക്ക്ഷോപ്പ് പോയാൽ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ബുള്ളറ്റിന് കാണിച്ചിട്ടില്ലേ,
ബുള്ളറ്റിന്റെ ഫ്ലഗ് വരുന്ന ഭാഗം അത്. ഈ ഫ്ലഗ് ഉണ്ടല്ലേ, ഈ ഫ്ലഗിന് മാതിരില്ല, അത് കുറച്ചുകൂടി വലിപ്പമുള്ള ഫ്ലഗ് അതിന് വരിക. ആ ഫ്ലഗ് മാറ്റി കൊടുക്കുക. ഇതിലിപ്പോ ഷാർട്ടാകാത്ത വണ്ടിയൊന്നുമില്ല, ഞാനൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോയി വെച്ച വണ്ടികളൊക്കെ അത്. പിന്നെ ഇത് ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വണ്ടിയാണ് TVSന്റെ ജൂപ്പിറ്റർ. അപ്പോൾ ഏതൊരു വണ്ടിയാണെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരു 3 സ്പാൻഡറേ വരുള്ളൂ. പിന്നെ ഈ ഒരു കട്ടിംഗ് പ്ലെയർ ഇതുണ്ടല്ലേ, ഈ ഒരു കട്ടിംഗ് പ്ലെയർ, ഈ ഒരു 16-17 റിങ്, ഇതുകൂടി ഒന്ന് കരുതുകയാണെങ്കിൽ ഒന്നുകൂടി ഉഷാറായി. പിന്നെ കുറേയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഒപ്പിക്കാൻ കഴിയും. കുറേയൊക്കെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ കഴിയും. അപ്പൊ നമ്മൾ മെയിനായിട്ട് വണ്ടി ഓഫായി കഴിഞ്ഞാൽ നമ്മൾ മെയിനായിട്ട് എന്ത് ചെയ്യണം, പെട്രോൾ ഉണ്ടോ നോക്കുക. പെട്രോള് വണ്ടിയിൽ ഓക്കെയാണ്, പെട്രോൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കിക്കർ ഒരടി 2 അടി അടിച്ചിട്ട് കിക്കർ കിട്ടണില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇനി സെൽഫ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ അഡാപ്റ്ററിന്റെ വയർ ഊരിയിട്ട് നമ്മൾ സ്പാർക്ക് വരുന്നുണ്ടോ നോക്കുക. സ്പാർക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൾസർ ആണെങ്കിൽ ഈ ടാങ്ക് അയക്കുക. ടാങ്ക് അയച്ച് ഞാൻ പറഞ്ഞ CD യൂണിറ്റ് ഒന്ന് തട്ടി കൊടുത്ത് നോക്കുക. CD യൂണിറ്റ് തട്ടിയിട്ട് വന്നിട്ട് കറണ്ട് വരുന്ന CD യൂണിറ്റ് മാറ്റുക. CD യൂണിറ്റ് മാറ്റിയിട്ടും കറണ്ട് വരും. പിന്നെ വയറിംഗ് കിറ്റിലെ ഷോർട്ടാണ് വരിക. വയറിംഗ് കിറ്റിലെ ഷോർട്ട് വന്നിട്ട് ആ ഷോർട്ട് റെഡി ആക്കിയാലും മാത്രമേ പിന്നെ കറണ്ട് റെഡി ആവുള്ളൂ. കറണ്ട് വരാൻ നമ്മൾ ഒരിക്കലും എത്ര അടിച്ചാലും വണ്ടി ഷാർട്ടാവില്ല. ചിലർ വണ്ടി കുറെ തള്ളി നോക്കും, വണ്ടിമേ കയറിയാണ്ട് വേറെയുള്ള ആളുകളെ കൊണ്ട് തള്ളിച്ചു നോക്കും, എന്നാലും വണ്ടി ഷാർട്ടാവില്ല. അപ്പൊ നമ്മൾ ആ ഒരു കാര്യം, സ്പാർക്ക് വന്നാൽ മാത്രമേ വണ്ടി ഷാർട്ടാവുള്ളൂ. സ്പാർക്ക് വന്നിട്ട് വണ്ടി ഷാർട്ടാണെങ്കിൽ നമ്മൾ ഫ്ലഗ് മാറ്റി കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാ വണ്ടിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കണ്. പിന്നെ ഞാനിതിനെ കുറിച്ച് ഫുള്ള് അറിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, എന്നാലും അറിയാതൊന്നുമില്ല, കുറേയൊക്കെ എനിക്കറിയാം. പിന്നെ ഞാനൊരു മെക്കാനിക് ഒന്നുമല്ല. പിന്നെ ഞാനതിൽ പറയാൻ പറ്റൊരു കാര്യമുണ്ട്. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വണ്ടി കംപ്രഷൻ ഔട്ടായിട്ട് ചില വണ്ടി ഷാർട്ടാവില്ല. അതായത് വാൾവ് കൂടെ ചെറിയ കരടൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ കംപ്രഷൻ ഔട്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഫ്ലഗ് റെഡിയാവും, പിന്നെ CD യൂണിറ്റ് റെഡിയാവും, കറണ്ടും കാര്യങ്ങളൊക്കെ റെഡി ഉണ്ടാവും. പക്ഷെ വണ്ടി ഷാർട്ടാവുണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, വണ്ടി നേരെ ഇതിപ്പോ സെൻട്രൽ സ്റ്റാൻഡുമല്ല ഈ വണ്ടിയുള്ളത്. ഈ വണ്ടി കംപ്രഷൻ എങ്ങനെ പോയി എന്നുള്ള നമുക്ക് തന്നെ അറിയാലോ. നമ്മൾ കിക്കർ അടിക്കുന്ന സമയത്ത് കിക്കർ ഫ്രീ ആയിരിക്കും, തീരെ കംപ്രഷൻ ഉണ്ടാവില്ല. കിക്കർ ഫ്രീ ആവുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ നമുക്ക് ഉറപ്പിക്കുക ഇത് കംപ്രഷൻ ഔട്ടായിട്ടുണ്ട് എന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരാളിന് ഇത് കിക്കർ ആക്സിലേറ്റർ നമ്മൾ വണ്ടി ഓൺ ചെയ്യുക, ആക്സിലേറ്റർ ഫുള്ള് പിടിക്കുക, എന്നിട്ട് കിക്കർ നല്ലൊരു 5 അടി അടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടി ഷാർട്ടാവും. എന്നിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞത് നമ്മൾ നേരെ ഇതിന്റെ ബോഡി പൊക്കിയിട്ട് അതിന്റെ ഫ്ലഗ് അയച്ചിട്ട് കുറച്ച് പെട്രോളോ, നമ്മളിപ്പോൾ ഒരു ചെറിയ വാട്ടർ പൈപ്പ് ഒക്കെ ഉണ്ടാവുമല്ലോ, വാട്ടർ ലെവലിന്റെ പൈപ്പില്ലേ, അതിൽ നമ്മൾ കുറച്ച് പെട്രോൾ ആക്കുക. ആ വാട്ടർ പൈപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് പെട്രോൾ ആക്കുക, അല്ലെങ്കിൽ ഓയിലാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ആ ഫ്ലഗ് കഴിച്ച് ഈ ഫ്ലഗ് ഊരി എടുത്തിട്ട് ആ ഫ്ലഗിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യുക, ഈ പൈപ്പ് കയറ്റിയിട്ട് അതിൽ പെട്രോൾ ആക്കിയിട്ട് നമ്മൾ ഇവിടെ ഊതി കൊടുക്കുക. പെട്രോൾ നമ്മൾ ആ കംപ്രഷൻ ഔട്ട് ഒഴിവാക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ആ കംപ്രഷൻ ചെറിയ കരടൊക്കെ കുടുങ്ങിയ ഒരു കംപ്രഷനിൽ അതിൽ വാൾവിന്റെ അകത്ത് ആ കരട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ഫ്ലഗ് കയറ്റി കൊടുക്കുക, വണ്ടി സ്റ്റാർട്ടാക്കുക. പിന്നെ പെട്രോൾ ഈ ഓയിലൊക്കെ ഒഴിക്കുകയാണെങ്കിൽ കുറച്ച് നേരം കുറച്ച് പുക വരും കേട്ടോ, വെള്ള പുക. പിന്നെ അത് നിങ്ങൾ സീനാക്കണ്ട, ആ ഒരു പുക ആ ഓയിൽ ഇവിടുന്ന് ഒഴിച്ച് ഓയിൽ കത്തി തീർന്നു കഴിഞ്ഞാൽ അതിന് ശരിയാവും ചെയ്യും. ഞാൻ വലിയൊരു മെക്കാനിക്കൊന്നുമല്ല, പിന്നെ കുറച്ചൊക്കെ എനിക്ക് അറിയാം. ഞാൻ എൻ്റെ അനുഭവം പറയാൻ കാരണം നമ്മൾ ഇത്രയും സ്പാൻഡറുകൾ എന്തില്ലേ, ഇതിപ്പോൾ എൻ്റെ വണ്ടിയാ കാണിച്ചാ, എൻ്റെ വണ്ടിയിൽ ഇത്രയും സ്പാൻഡറുകൾ ഞാൻ കരുതിയിട്ടുണ്ട്. ഞാൻ ഒരുവിധ വണ്ടിന്റെ പണികളൊക്കെ ഞാൻ എടുക്കൂട്ടോ. അപ്പൊ ഞാൻ ഇത്രയും സ്പാൻഡർ ഞാൻ കരുതിയിട്ടുണ്ട് എൻ്റെ വണ്ടിയിൽ, എല്ലാ സ്പാൻഡറുകളും. ഒരു പെട്ടെന്ന് ഒരാൾ വയ്യിൽ കുടുങ്ങി കഴിഞ്ഞാൽ നന്നാക്കി കൊടുക്കാൻ അധികം ആളുകളും വിളിക്കും. ചില ആളുകൾ എൻ്റെ അനുഭവം പറയാൻ കാരണം തരും. ഞാൻ ഇത്രയും ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, മിനിയാന്നൊരാൾ ഒരു പൾസർ വണ്ടി വയ്യിൽ കുടുങ്ങി വണ്ടി ഒടുങ്ങി. ഞാൻ ഇവിടുന്ന് നാട്ടിൽ നിന്ന് എൻ്റെ നമ്പർ ഒരാൾ കൊടുത്ത് ഞാൻ പോയി നോക്കിയപ്പോൾ ആ വണ്ടിയിൽ പെട്രോളൊക്കെ ഉണ്ട്. പക്ഷെ വണ്ടി മെയിൽ ഉള്ള എണ്ണ കഴിഞ്ഞാണ്ട് റിസർവ്ക്കായിട്ട് ആ റിസർവിന്റെ ഈ ഇതുണ്ടല്ലേ ഈ സാധനം, അപ്പോൾ ഇതിങ്ങനെ കിടന്നിന്. ഇതിങ്ങനെ കഴിഞ്ഞപ്പോൾ ഇതിന് ഒരു കണക്കുണ്ട്, ഇത് റിസർവ് മെയ് എന്ന് പറയാം. ഈ മെയിൽ എണ്ണ കഴിഞ്ഞിട്ട് വണ്ടി ഓഫായതാ. പിന്നെ ഞാൻ പോയി നോക്കിയപ്പോൾ വണ്ടിയിൽ പെട്രോൾ ഉണ്ട്, കറണ്ട് വരുന്നുണ്ട്, ഒക്കെ ഓക്കെ. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ ആദ്യത്തെ ഞാൻ അത് നോക്കിയത്, അപ്പോൾ മെയിലാണ്. അപ്പോൾ ടാങ്കിൽ ചെക്ക് ചെയ്തപ്പോൾ എണ്ണ കുറവാണ്. അപ്പോൾ ഞാൻ റിസർവ് ആക്കി, എണ്ണ വന്ന് വണ്ടി സ്റ്റാർട്ടായി. അപ്പോൾ അത്രയും അറിയാത്ത ആളുകൾ ഉണ്ടാവും. പിന്നെ മൂപ്പരിങ്ങനെ വെറുതെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക. കുറെ ആള് ഞാൻ വന്നപ്പോൾ തന്നെ കുറെ ആള് മൂട്ടുന്ന് തള്ളി കൊടുക്കുന്നുണ്ട് വണ്ടി. കിക്കർ കുറെ അടിച്ച് സെൽഫ് തീർന്നാണ്, ബാറ്ററി തീർന്നാണ്. പിന്നെ കുറെ കിക്കർ അടിച്ചിട്ട് കിട്ടാൻ വണ്ടി തള്ളുക. പെട്രോൾ വന്നാലല്ലേ വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അപ്പൊ അതുവരെ അറിയാത്ത ആളുകളുണ്ട്. അപ്പോൾ ശരിക്ക് നമ്മളെ ആളുകൾക്ക് ഉപകാരപ്പെടുന്നുള്ളൊരു ചിന്തയിൽ മാത്രം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇത് ഫുള്ള് അറിയുന്ന ആളൊന്നുമല്ല, എന്നാലും അറിയാത്തൊരു ഏകദേശം ഒരു വണ്ടിന്റെ പണികളൊക്കെ ഞാൻ ചെയ്യും. കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ചെയ്യാനുള്ളൊരു ഫുള്ളായിട്ട് പരിചയപ്പെടുത്താൻ ഒരുപാട് നമുക്ക് ആ ഒരു 12-13 മിനിറ്റ് വീഡിയോ ഉണ്ടാവുള്ളൂ. ഫുള്ളായിട്ട് ചെയ്യാനുള്ളൊരു ഇതിന് തീരൂല. ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തണം. ഒന്നായിട്ട് ഈ വീഡിയോ തീരൂല. നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ അതേപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നമ്മൾ അതിന് മറുപടി തരുന്നതാണ്. പിന്നെ ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ, ശരി.